അത് വെച്ച് ഞങ്ങളൊരു വൈൻ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തതാണ്. ഏകദേശം ഒരു 2-2.5 കിലോയോളം ഉണ്ടായിരുന്നു മുന്തിരി. അപ്പോൾ അതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കിട്ടിയതല്ലേ, എന്തായാലും ഇത്രയും മുന്തിരി ഉള്ളതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഇത് ഇറുത്തിടുന്നത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. ആദ്യം ഞാൻ മാത്രം ശ്രമിച്ചു, പിന്നെ എനിക്ക് പറ്റാതെ ആയി, പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ശ്രമിച്ചു. അപ്പോൾ ഗൈസ് ഇത്രയും മുന്തിരി കിട്ടിയപ്പോൾ നമ്മൾ ഇങ്ങനെ വൈൻ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ മുന്തിരി കിട്ടിയപ്പോൾ ഒരു ആലോചന വന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഒരു 2.5 കിലോയോളം മുന്തിരി ഉണ്ട്. അപ്പോൾ എത്ര കിലോ എടുക്കണമെന്നൊന്നും അറിയില്ല, എന്നാലും ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുകയാണ്. പിന്നെ വൈൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമാണ്, എല്ലാവരും ഉണ്ടാക്കും. പിന്നെ ഇതൊരു കള്ളവാറ്റായിട്ട് ആരും കൂട്ടരുത്. ഞങ്ങളൊരു എൻജോയ്മെൻറ്റിനും ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടുവെള്ളത്തിലും സാധാ വെള്ളത്തിലും ഒന്ന് കഴുകി നല്ലതുപോലെ എടുക്കണം. കാരണം എന്തെങ്കിലും കെമിക്കലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനാണ്. അങ്ങനെ നല്ലതുപോലെ കഴുകി ഇതൊന്ന് ഉണങ്ങാൻ വച്ചേക്കാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇട്ട മുന്തിരി അത്രയും അഴുകി പോവും. പിന്നെ കഴുകുന്ന വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ ഒരുപാട് ലെന്തി ആവണ്ടെന്ന് കരുതിയാണ് എടുക്കാത്തത്. അപ്പോൾ ഈ കഴുകി വച്ചേക്കുന്നതാണ് കാണുന്നത്. ഒരു വെള്ള തുണിയിൽ നമ്മൾ ഇട്ട് വച്ചു. കാരണം ഇതൊന്ന് തോർന്ന് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. വെള്ളത്തിൻ്റെ ഈർപ്പം ഒട്ടും പാടില്ല, കാരണം വൈൻ ശരിയാവില്ല, മുന്തിരി അഴുകിപ്പോവും. അപ്പം നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കണം. നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഒന്ന് സെറ്റായി കിട്ടിയത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഉള്ളത് സ്റ്റാർ, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഈസ്റ്റ്. അപ്പോൾ ഈ സ്റ്റാർ എന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ കറക്റ്റ് പേര്. പിന്നെ ഗൈസ് നമുക്ക് ആവശ്യത്തിന് ഗോതമ്പ്. പിന്നെ ഇതാണ് ഗൈസ് നിങ്ങൾ കേൾക്കേണ്ടൊരു പേര്, താതിരിപ്പൂ എന്ന് പറയും. ഇത് നമ്മൾ അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. ഇതാകുമ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ വൈനിന് വീര്യം കൂടുമെന്നാണ് പറയുന്നത്, കത്തി ഇറങ്ങും. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയാണ്. ഇനി വേണ്ടത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ നല്ലൊരു ബോട്ടിലാണ് വേണ്ടത്. ഗ്ലാസ് ബോട്ടിലായ അത്രയും നല്ലതാണ്. കുറച്ചിടണം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അടുത്ത ലെയർ മുന്തിരി ഇടുകയാണ്, അതുപോലെ പഞ്ചസാര. അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഞാൻ ചെയ്തതുപോലെ നല്ലതുപോലെ ഞെരടി അങ്ങ്
എല്ലാ ലെയറും ഇട്ട് നമ്മൾ നല്ലതുപോലെ ഞെരടി. അടിയിൽ നമ്മൾ നേരത്തെ ഇട്ട പഞ്ചസാര നല്ലതുപോലെ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് $100 ഗ്രാം വരും. വലിയ വിലയൊന്നുമില്ല. അപ്പോൾ നമുക്കത് അങ്ങാടിക്കടയിൽ മാത്രമേ കിട്ടൂ. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ്. ഈ താതിരിപ്പൂ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈൻ നല്ല സ്ട്രോങ് ആവാനാണ് കേട്ടോ. നമ്മൾ ഈ താതിരിപ്പൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത്രത്തോളം ഒരു സ്ട്രോങ് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ അത് പിന്നെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതെല്ലാം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം അപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാനാണ്. ആ ടൈമിൽ നമുക്ക് മധുരം കുറവോ എന്തെങ്കിലും തോന്നിയാൽ ആ ടൈമിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് കവറോ തുണിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് എയർ സർക്കുലേഷൻ അകത്ത് കയറാത്ത വിധം നല്ല ടൈറ്റായി അടച്ചു വയ്ക്കുക. അങ്ങനെ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് 5 ദിവസത്തിന് ശേഷമുള്ള വിഷ്വലാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ 5 ദിവസത്തിന് ശേഷം അത് ഞാൻ പുറത്തെടുത്തു. 5 ദിവസം കഴിയുമ്പോൾ അതൊന്ന് പുറത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് അതേപടി തന്നെ മൂടി കെട്ടി അതേ പ്ലാസ്റ്റിക് കവറിട്ട് തന്നെ കെട്ടി വയ്ക്കുക. നമ്മൾ ഇത് ക്രിസ്മസിന് എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് 21 ദിവസത്തിന് ശേഷം എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ദിവസം കൂടുന്തോറും വീര്യം കൂടുന്നതാണല്ലോ വൈനി. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ദിവസത്തിന് ശേഷം എടുക്കാവുന്നതാണ്. ഞങ്ങളിത് ക്രിസ്മസിൻ്റെ തലേ ദിവസം എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വൈൻ പുറത്തെടുത്തിട്ട് കാണിക്കുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.